എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ ആയങ്കോണം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലയിലെ കടമ്പാട്ടുകോണം മുതൽ ചവറ വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോകളുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ആയങ്കോണം ജംഗ്ഷനിൽ നിന്നാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ പുതിയ റോഡ് ആരംഭിക്കുന്നത്. മാമം ഭാഗത്ത് ചെന്നിട്ടാണ് ഇത് പഴയ നാഷണൽ ഹൈവേയുമായി കണക്ട് ചെയ്ത് റോഡ് വൈഡനിങ് നടക്കുന്നത്. ഓവർപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഡൈവേർഷൻ റോഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റു വർക്കുകളൊന്നും ആരംഭിച്ചതായി കാണുന്നില്ല. ഇവിടെ ഇടത് സൈഡിൽ ഓവർപാസിന് വേണ്ടിയുള്ള ഗർഡറുകളുടെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ആരംഭിച്ചതാണ്. ഇവിടെ ഇടത് സൈഡിലായി നോക്കുകയാണെങ്കിൽ ഒരു എക്സ്കവേറ്ററിൽ നിന്ന് അവിടെയുള്ള മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്നതായി കാണാം. ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് പോകുന്നത്. വലത് സൈഡിലെ സർവീസ് റോഡ് താഴ്ന്നുമാണ് പോകുന്നത്. ഇവിടെ മുതൽ കല്ലമ്പലം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ഭാഗത്ത് വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്തെ ടാറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി മധ്യഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞതായി കാണാം. വലത് സൈഡിലെ സർവീസ് റോഡ് അല്പം താഴ്ന്നാണ് കടന്നു പോകുന്നത്. വലത് സൈഡിലൂടെ വരുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ ആ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് കടന്നു പോകുന്നത്. ഇനി ആ ഭാഗത്ത് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കാൻ ബാക്കിയുണ്ട്. ഈ ഇടത് സൈഡിലായും വലത് സൈഡിലായും റീറ്റെയിനിങ് വാളുകൾ ഉയർന്നു പോകുന്നത് കല്ലമ്പലത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്കാണ്. മൈലക്കാട് നടന്ന അപകടത്തിന് ശേഷം പല ഭാഗങ്ങളിലും ഇപ്പോൾ ആക്ഷൻ കൗൺസിലുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. കല്ലമ്പലത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പൂർണ്ണമായും പില്ലറുകളിൽ സ്ഥാപിച്ച പാലം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കല്ലമ്പലം ജംഗ്ഷനിൽ വേറെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്ഥാപിച്ച പൈലിൻ്റെയും പൈൽ ക്യാപ്പിൻ്റെയും വർക്കുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മണ്ണ് പരിശോധനകൾ നടന്നിരിക്കുകയാണ്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം, അയത്തിൽ, കല്ലുംതാഴ, കടവൂർ എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് മെയിനായും മണ്ണ് പരിശോധനകൾ നടക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇനി എവിടെയൊക്കെയാണ് ആറിവാളുകൾ പൊളിച്ചു മാറ്റി കംപ്ലീറ്റായും തൂണുകളിൽ നിർമ്മിക്കുന്ന പാലങ്ങൾ വരുന്നതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് കൊല്ലം ജില്ലയിൽ മുഴുവനായി നടന്നിരിക്കുന്നത്. ഇതുമൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ലയെപ്പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളും അപകടാവസ്ഥയിൽ തന്നെയാണ്. അതിൽ മെയിനായിട്ട് 28 മൈൽ, നാവായിക്കുളം, പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെയെല്ലാം പൈലിംഗ് നടത്തി പിയറിന് മുകളിലായി പാലങ്ങൾ നിർമ്മിക്കണം എന്നതാണ് ആവശ്യം. നാവായിക്കുളം ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയും പഴയതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പലരും കമൻറ്റിലൂടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയും കഴക്കൂട്ടം വരെയുള്ള വീഡിയോയുമൊക്കെ ചോദിച്ചിരുന്നു. ഇവിടെയൊന്നും ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇവിടെ ഇപ്പോൾ 2 സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ നടക്കുകയാണ്. ഇത് 28 മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയാണ്.
ഇത് 28-ാം മൈൽ ജംഗ്ഷനാണ്. ഇവിടെയും നേരത്തെ നടന്ന വർക്കുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നാവായിക്കുളത്തിനും 28-ാം മൈലിനും ഇടയ്ക്കായുള്ള അടിപ്പാതയും 28-ാം മൈലിനും ഫാർമസി ജംഗ്ഷനും ഇടയ്ക്കായുള്ള അടിപ്പാതയും നിർമ്മിച്ചിരിക്കുന്നത് ചതുപ്പ് പ്രദേശത്തിലാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ ആറിവാൾ പാനലുകൾ ഉപയോഗിച്ച് ഭിത്തികൾ നിർമ്മിച്ചു വരികയാണ്. വളരെ അപകട സാധ്യത കൂടിയൊരു മേഖലയാണ്. ഇവിടെ പൂർണ്ണമായും വയാഡക്റ്റ് തന്നെ നിർമ്മിക്കണം എന്നതാണ് ആവശ്യം. തിരുവനന്തപുരം സ്ട്രെച്ചിലെ വർക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. പല ഭാഗങ്ങളിലും വർക്കുകളൊന്നും നടക്കുന്നില്ല. പല സ്ഥലങ്ങളിലും പേരിന് വേണ്ടി 1-2 എക്സ്കവേറ്റർ നിർത്തിയിട്ടുണ്ട്. കൂടുതൽ വർക്കുകൾ നടന്നാൽ മാത്രമേ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്ട്രെച്ചിലെ വീഡിയോകൾ വളരെ കുറവായി ചെയ്യുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതായി കാണാം. ഇവിടെ വരെയാണ് RKCയുടെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗം. ഇവിടെ മുതൽ അങ്ങോട്ട് ശിവാലയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ മുക്കട അടിപ്പാതയിൽ ചെന്ന് റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കൂടി ഒന്ന് പോയി കാണാം. ഈ ഭാഗത്തെ വർക്കുകളൊക്കെ എന്തായി എന്നറിയാനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് രണ്ട് സൈഡിലെയും വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് സൈഡിലെയും കാഴ്ച കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായും കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആറ്റിങ്ങൽ ബൈപ്പാസിലായാലും 1-2 സ്ഥലത്ത് മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും വർക്ക് നടക്കുന്നത്. ഫാർമസി ജംഗ്ഷനും 28-ാം മൈലിനും ഇടയ്ക്കായി നിർമ്മിക്കുന്ന അടിപ്പാതയുടെ ഭാഗമാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു പിയർ ക്യാബിൻ്റെയും വർക്ക് ഏകദേശം 2-2.5 കൊല്ലത്തിന് മുന്നേ തന്നെ തീർത്തതാണ്.
ഇവിടെ ഇപ്പോൾ ഒരു ഡൈവേർഷൻ റോഡ് ചെയ്ത് സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനിൽ വലത് സൈഡിലെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കുകൾ നടന്നതായി കാണാം. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി നേരെ പോകുന്നത് തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം അകത്തോടി കടത്തിവിടുന്നുണ്ട്. അണ്ടർപാസിൻ്റെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിലായി ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഈ തോടിന് കുറുകെയുള്ള ബ്രിഡ്ജ് കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണിട്ട് നിരത്തി ടാർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇടത് സൈഡിലായി സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.